കർക്കിടക ചികിത്സ ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓൾറെഡി ഒരു പെയിൻ ഉള്ള ആളാണ്, ഇപ്പം നടുവേദനയോ അല്ലെങ്കിൽ മുട്ടുവേദനയോ കഴുത്തിന് വേദനയോ അങ്ങനെ എന്തെങ്കിലും ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ടൈം കർക്കിടക ടൈം ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ മഴയുടെ സമയമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് അങ്ങ് പെയിൻ കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ശരീരം ഭയങ്കര സ്റ്റിഫായിട്ട് ഇങ്ങനെ കട്ടിയായിട്ട് അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ഫ്ലെക്സിബിൾ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ സമയത്ത് ചെയ്യാം ട്രീറ്റ്മെൻറ്റ്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പം മഴക്കാലത്ത് ഈ രോഗങ്ങളൊക്കെ കൂടുതൽ നമുക്ക് പിടിക്കാനായിട്ടുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒരു രോഗപ്രതിരോധ ശേഷിക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ ഇപ്പം മസിൽസൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ടൈറ്റായിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടൈറ്റ്നെസ് കുറയ്ക്കാനും, അതുപോലെ തന്നെ നമുക്ക് വിശപ്പിൻ്റെ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ നമ്മുടെ വയറിന് ദഹനം റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്കിതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ക്ലിയർ ആവും. പിന്നെ നമ്മളുടെ വയറിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഇപ്പം മലബന്ധം അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ മെഡിസിൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് അതിനകത്ത് ആ കണ്ടീഷനിൽ നിന്നും നല്ല ഡിഫറൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ കർക്കിടക കഞ്ഞിയും കുടിക്കേണ്ട വരും. അത് ഓപ്ഷണലാണ്. അത് കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ. ഇല്ല അത് നമുക്ക് പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ്സും മെഡിസിൻസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതും കൂടെ മാത്രം ചെയ്യേണ്ട ആവശ്യമേ വരത്തുള്ളൂ. ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കുന്നത്. പിന്നെ അവരുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് അതൊക്കെ നോക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ അകത്ത് വരുമ്പോൾ ഫുൾ ബോഡി മസാജ് വരുന്നുണ്ട്, കിഴിയിടുന്നത് വരുന്നുണ്ട്, സ്റ്റീം ബാത്ത് വരുന്നുണ്ട്. പിന്നെ ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും അങ്ങനെയൊക്കെ ഉള്ളവരെ, ഉറക്കക്കുറവ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധാരയും കൂടെ ചേർത്ത് ചെയ്യുന്നതാണ്. അത് നമ്മളുടെ കണ്ടീഷൻ അനുസരിച്ചാണ് ഓരോ ട്രീറ്റ്മെൻറ്റ്സ് ചാർട്ട് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ വയറിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വയറിളക്കാനായിട്ടുള്ള മെഡിസിൻസും അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ ആയിട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെയാണ്. പിന്നെ ശരീരത്തിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ ശരീരത്തിലും ദേഹത്തിനും ധാര പോലെയൊക്കെ ചെയ്യും. അത് ഓരോ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചാർട്ട് ചെയ്ത് പോകുന്നത്.